പൗരസ്ത്യ സഭകളെല്ലാം ഇന്ന് ലാസറിന്റെ ശനിയാഴ്ച ആയി കൊണ്ടാടുന്നു. സീറോ മലബാർ കലണ്ടറിൽ ഇന്നേ ദിവസം യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിന്റെ ഭവനത്തിൽ ഈശോയ്ക്ക് നന്ദി സൂചകമായി വിരുന്നൊരുക്കിയതിനെയും മറിയം വിലയേറിയ നാർദീൻ സുഗന്ധതൈലം ഈശോയുടെ പാദത്തിൽ ഒഴിച്ചതിനെയും അനുസ്മരിക്കുന്നു. നോമ്പിന്റെ 40 ദിവസങ്ങളിൽ നിന്നും പീഡാനുഭവ ആഴ്ചയിലേക്ക് തിരിയുന്ന വിജാഗിരിയാണത്രേ ഈ ശനിയാഴ്ച. നസ്രാണികൾ വലിയ നോമ്പിന്റെ 41-ാം ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരം ആണ് കൊഴുക്കട്ട. 50 നോമ്പിന്റെ ആദ്യ 40 ദിവസം കർത്താവ് നോമ്പ് നോറ്റതിന്റെയും പിന്നീടുള്ള 10 ദിവസം കർത്താവിന്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് നസ്രാണികൾ നോമ്പ് നോൽക്കുന്നു. കർത്താവ് 40 ദിവസം നോമ്പ് അനുഷ്ഠിച്ച പോലെ പുരാതന നസ്രാണികൾ 40 ദിവസം നോമ്പ് നോക്കിയിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ കർത്താവിന്റെ പീഡാനുഭവത്തെ ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിന്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കിയിരുന്നത്. നസ്രാണി ഗാർഹിക പാരമ്പര്യത്തിൽ ഈ ദിവസം നോമ്പ് മുറിക്കാതെ മുറിക്കുന്ന ഇടവേളയുടെ സന്തോഷദിനമായിരുന്നു. മറിയം ഉപയോഗിച്ച സുഗന്ധക്കുപ്പിയുടെ ഉരുണ്ട ചുവടുഭാഗത്തെ ഓർമ്മിപ്പിക്കുന്നു. ശർക്കരയും തേങ്ങായും സുഗന്ധവർഗ്ഗങ്ങളും ചേർത്ത കൊഴുക്കട്ട ഉണ്ടാക്കി കുടുംബനാഥൻ അതിൽ കുരിശു വരച്ച് കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിരുന്നു. കൊഴുക്കട്ട കഴിക്കുന്നത് ഉപവാസലംഘനമായി കരുതിയിരുന്നില്ല. കൊഴു എന്നാൽ മഴു എന്നർത്ഥം. നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കൊഴുക്കട്ട എന്ന് ഈ പലഹാരത്തിന് പേരുണ്ടായത്. ലാസറിന്റെ സംഭവം അനുസ്മരിച്ചുകൊണ്ട് ഈശോയുടെ 3-ാം നാളിലെ ഉയിർപ്പിലേക്ക് നാം ആനയിക്കപ്പെടുന്നു. പൗരസ്ത്യ പാരമ്പര്യം. നോമ്പുകാലത്തിലും പീഡാനുഭവാഴ്ചയിലും ഈശോയുടെ മഹത്വത്തിനും ഉയിർപ്പിനും കൊടുക്കുന്ന ഊന്നൽ ഇവിടെ എടുത്തു പറയത്തക്ക സവിശേഷതയാണ്. പീഡാനുഭവ ആഴ്ച 50 നോമ്പിന്റെ ഉള്ളിലാണെങ്കിലും അതിനെ ഒരു പ്രത്യേക യൂണിറ്റായാണ് പരിഗണിക്കുന്നത്. മറിയത്തിന്റെ ഈ തൈലാഭിഷേകം തന്റെ മൃതസംസ്കാരത്തിന്റെ സൂചനയായി ഈശോ വ്യാഖ്യാനിക്കുന്നതിൽ നിന്നും പീഡാനുഭവാഴ്ചയിലേക്കുള്ള വഴിത്തിരിവായും അതുവഴി ഉത്ഥാനത്തിലേക്കുള്ള പ്രവേശന കവാടമായും ഈ ശനിയാഴ്ചയെ സഭ അനുസ്മരിക്കുന്നു.